ഷാർജയിൽ ആത്മഹത്യ ചെയ്ത വിപഞ്ചികയുടെ മാതാവിന്റെ ഒരു പ്രതികരണം ഇന്ന് അല്പസമയം മുൻപ് വന്നിട്ടുണ്ട്. കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കാൻ ഭർത്താവ് നിതീഷ് ശ്രമിക്കുന്നു എന്നതാണ് വിപഞ്ചികയുടെ അമ്മ ശൈലജയുടെ പ്രതികരണം. ഇത് തടയാൻ കോൺസുലേറ്റ് ഇടപെടണം. ഷാർജയിൽ തന്നെ സംസ്കരിക്കണമെന്ന് നിതീഷ് വാശി പിടിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് ഈ അമ്മ പറയുന്നുണ്ട്. നിതീഷിന്റെ വീട്ടിൽ സംസ്കരിച്ചാലും വിഷമമില്ല, രണ്ടുപേരുടെ മൃതദേഹവും നാട്ടിലെത്തിക്കണം എന്നും ഷാർജയിലുള്ള ശൈലജ പറഞ്ഞു. ആദ്യം ശൈലജയുടെ പ്രതികരണത്തിലേക്ക്. നമുക്ക് നാട്ടിൽ കൊണ്ടുപോയി സംസ്കരിക്കണം. ഞാൻ ഈ ഒരു പ്രതീക്ഷയോടാണ് ഞാനിവിടെ വന്നത്. അമ്മയും കൊച്ചിനെയും കൊണ്ടുപോകാം. ഇവിടെ സംസ്കരിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ നാട്ടിൽ സംസ്കരിക്കുന്നത്. ഒന്നേ അവൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ. ഇത് രണ്ടിലെന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അല്ലാതെ ഇവിടെ സംസ്കരിക്കുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല. അതല്ല, ഇനി അവന് രണ്ടിടത്ത് സംസ്കരിക്കണമെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ വേണമെന്നുള്ളതേ ഉള്ളൂ. അരുൺ പാറാട്ട് വിശദാംശങ്ങളുമായി. അരുൺ, തുടക്കം മുതൽ തന്നെ ഈ നിതീഷ് ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്, കുഞ്ഞിന്റെ മൃതദേഹം അവിടെ സംസ്കരിക്കണം എന്നുള്ളത്. ഇപ്പോൾ അതിലെന്താണ്, ഏത് തരത്തിലെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? നമുക്ക് ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരം എന്താണ്? അനുജ, അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടാണ് വിപഞ്ചികയുടെ അമ്മ ഇന്ന് രാവിലെ UAE എത്തിയത്. ഇതിനിടെ ഇന്ന് പബ്ലിക് പ്രോസിക്യൂഷനെ അടക്കം ഇന്ന് അമ്മ പോയി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഭർത്താവ് നിതീഷിന്റെ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് ഒരു വിവരം ലഭിക്കുന്നത്. കുഞ്ഞിന്റെ മൃതദേഹം അവർക്ക് വിട്ടുകിട്ടിയിട്ടുണ്ട് എന്ന് അവർ പറയുകയാണ്. അത് മാത്രമല്ല, വിട്ടുകിട്ടിയ മൃതദേഹം വളരെ പെട്ടെന്ന് തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഷാർജയിൽ സംസ്കരിക്കുമെന്നുള്ള അറിയിപ്പും, കാണണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് നിങ്ങൾ കാണാനുള്ള സൗകര്യം ഒരുക്കി തരാം എന്ന രീതിയിൽ നിതീഷിന്റെ കുടുംബം അറിയിച്ചു എന്നാണ് ഇപ്പോൾ വിപഞ്ചികയുടെ അമ്മ പറയുന്നത്. ഇതിന് ഇനിയിപ്പോൾ കോൺസുലേറ്റിന്റെ ഇടപെടൽ മാത്രമാണ് ഇതിന് മുന്നിലുള്ള ഒരു വിഷയം. കോൺസുലേറ്റ് ഇടപെട്ടാൽ മാത്രമേ ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ മൃതദേഹം ഇവിടെ സംസ്കരിക്കാതെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമ്മ ആവശ്യപ്പെടുന്ന കാര്യം അമ്മയ്ക്ക് മൃതദേഹം വിട്ടുകിട്ടണം, വിപഞ്ചികയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നതല്ല. അതിനപ്പുറത്ത് കേരളത്തിൽ സ്വന്തം ജനിച്ച മണ്ണിൽ തന്നെ ഈ കുഞ്ഞിനെയും അതോടൊപ്പം വിപഞ്ചികയും സംസ്കരിക്കാൻ അനുവദിക്കണമെന്നാണ് അമ്മ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും കോൺസുലേറ്റിന്റെ ഭാഗത്തുനിന്ന്, അധികാരികളുടെ ഭാഗത്തുനിന്നുള്ള അടിയന്തര ഇടപെടലാണ് ഈ വിഷയത്തിൽ ഇനി എന്തായാലും ആവശ്യം. അനുജ, ഇന്ന് തന്നെ കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കും. അതുകൊണ്ട് അവിടെ ചെന്ന് വേണമെങ്കിൽ കണ്ടുകൊള്ളൂ എന്നുള്ളതാണ്. ഷാർജയിലാണ് നിലവിൽ മാതാവുള്ളത്. അവർ താമസിക്കുന്ന ഇടത്തേക്ക് വേണമെങ്കിൽ ചെന്ന് കാണാം എന്ന തരത്തിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ നിതീഷിന്റെ കുടുംബാംഗങ്ങൾ ഇവർക്ക് അറിയിപ്പ് നൽകിയത്. പക്ഷേ അതിനൊരുക്കമല്ല എന്നുള്ളതാണ് അമ്മ പറയുന്നത്. കോൺസുലേറ്റിന്റെ ഇടപെടൽ വേണം എന്നതാണ് അവരുടെ ആവശ്യം.